56 വർഷം മുൻപ് വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ തോമസ് ചെറിയാന്റെ പത്തനംതിട്ട ഇലന്തൂരിലുള്ള സ്മൃതി കുടീരം സന്ദർശിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. 56 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത്. SKN40 പത്തനംതിട്ട പര്യടനത്തിനിടെയായിരുന്നു സ്മൃതി കുടീരത്തിൽ എത്തിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള SKN40 കേരള യാത്രയുടെ പത്തനംതിട്ടയിലെ പര്യടനത്തിനിടെയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിയത്. ഇവിടെയാണ് ധീരജവാൻ തോമസ് ചെറിയാന്റെ ശവകുടീരം. കരസേന സൈനിക പരിശീലനം പൂർത്തിയാക്കി ആദ്യ നിയമനം ലഭിച്ച സ്ഥലത്തേക്കുള്ള യാത്രയിൽ 1968 ഫെബ്രുവരി 7-നായിരുന്നു അപകടം. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ വിമാനം തകർന്ന് തോമസ് ചെറിയാനെയും മറ്റ് സൈനികരെയും കാണാതാവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരിൽ മിക്കവരുടെയും മൃതദേഹം കണ്ടെത്തിയെങ്കിലും തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്താൻ വൈകി. നീണ്ട തിരച്ചിലിനൊടുവിൽ 56 വർഷങ്ങൾക്കു ശേഷം 2024 ഒക്ടോബറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചു. ആ കല്ലറയ്ക്കരികിലേക്കാണ് SKN-ഉം ടീം 24-ഉം എത്തിയത്. തോമസ് ചെറിയാന്റെ ബന്ധുക്കളും പള്ളിവികാരിയും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. തോമസ് ചെറിയാന്റെ ഓർമ്മകൾ കൂടപ്പിറപ്പുകൾ പങ്കുവച്ചു. അന്ന് എനിക്ക് 12-13 വയസ്സ് കാണും. 68 ഫെബ്രുവരി 7-ാം തീയതി ഇതുണ്ടാകുന്നത്. അന്നേരം അച്ചായൻ ഈ രാവിലെ ഈ പത്രം എടുത്ത് അച്ചായൻ പറയുകയും ചെയ്തു, തേണ്ടി തോമസ് ചെറിയാന് പേരുണ്ടായിരുന്നു, ഇങ്ങനെ ലഡാക്കിലെ ലേയിലേക്ക് പോയ പ്ലെയിന് കാണാതായി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അച്ചായൻ അന്നേരം പേര് നോക്കിയപ്പോൾ നമ്മുടെ പേരുമുണ്ട് സംഭവിക്കുന്നത്. തോമസ് ചെറിയാന്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചായിരുന്നു മടക്കം. 24 പത്തനംതിട്ട.